ഞങ്ങളും ഈശോദൻ വഴിയെ നടക്കുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ആത്മീയ തിരുത്തലുകളെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദനം. ഇന്ന് തിരുസഭ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ രക്തസാക്ഷിത്വത്തെ ധ്യാനിക്കുന്ന ദിവസമാണ്, അഥവാ വണങ്ങുന്ന ദിവസമാണ്. 2 യാഥാർത്ഥ്യങ്ങളുടെ മധ്യേ നടക്കുന്ന സംഭവങ്ങളാണ് സവിശേഷം. ഒന്ന്, ദൈവനീതിയുടെ തുറന്ന സ്വരമായ സ്നാപക യോഹന്നാൻ. 2, ലോകസുഖത്തിൻ്റെ സ്വാർത്ഥതയുടെ ആൾരൂപമായ ഹെറോദോസ് രാജാവ്. ഈ 2 സത്യങ്ങളുടെയും മധ്യേ നടക്കുന്ന യുദ്ധമാണ്, അഥവാ വിജയപരാജയങ്ങളാണ് സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്. ഇവ രണ്ടിനും മധ്യേ നിലകൊള്ളുന്നവരാണ് ഹെറോദസിന്റെ സഹോദരൻ ഫിലിപ്പിന്റെ ഭാര്യയായ ഹെറോദിയ, അവരുടെ മകളായ സലോമെ, സലോമയുടെ ജന്മദിനത്തിന് അവിടെ എത്തിച്ചേർന്ന ഹെറോദസിന്റെ അതിഥികൾ. ഇതിനെല്ലാത്തിനും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരേ ലക്ഷ്യമാണ്, ഒരേ കാരണമാണ് ഉള്ളത്. ഒന്നാമതായി ഹെറോദിയ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുഖത്തിൻ്റെയും ഒക്കെ പ്രതീകമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഇവ 3 സ്വന്തമാക്കുവാൻ ഹെറോദസിൻ്റെ ഭാര്യയെന്നോണം അവൾ നിയമത്തിന് വിരുദ്ധമായി കഴിഞ്ഞുകൂടി. രണ്ടാമത് സലോമി എന്നത് ഹെറോദിയയുടെ മകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെറോദിയയുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും ഒരു പുനർജനിയായിരുന്നു അവൾ തൻ്റെ ജന്മദിനത്തിൽ നൃത്തം ചെയ്ത് അവിടെയുള്ള എല്ലാവരെയും പ്രസാദിപ്പിച്ചപ്പോൾ ഹെറോദസാണ് കൂടുതൽ പ്രസാദിപ്പിക്കപ്പെട്ടത്. ഹെറോദസിൻ്റെ സന്തോഷത്തിൽ അവൻ മതിമറന്നുകൊണ്ട് ചോദിച്ചു, നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി തന്നെയായാലും ഞാൻ നിനക്ക് അത് തരും എന്ന്. എന്നാൽ സലോമിയിലൂടെ ഹെറോദിയ തൻ്റെ ആഗ്രഹം നേടിയെടുത്തു. തൻ്റെ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുഖത്തിൻ്റെയും ഒക്കെ വിലങ്ങുതടിയായി നിൽക്കുന്ന യോഹന്നാൻ്റെ നന്മ പ്രവർത്തികൾ അഥവാ നന്മയുടെ വചനങ്ങൾ ഹെറോദസിനെ സന്തോഷിപ്പിച്ചിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. ഹെറോദസിന്റെ ആത്മീയ സന്തോഷം ഒരു പരിധിവരെ ഹെറോദിയയുടെ ലൗകിക സന്തോഷത്തിന് തടസ്സമായിരുന്നു. അതിന് കാരണമായത് സ്നാപക യോഹന്നാന്. അതുകൊണ്ട് തന്നെ ഹെറോദസിന്റെ ഈ ലൗകിക ആനന്ദത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ സ്നാപക യോഹന്നാന്റെ ശിരസ് തൻ്റെ മകളിലൂടെ ആവശ്യപ്പെടുന്നു. അത് നിഷേധിക്കുവാൻ ഹെറോദസിനായില്ല. കാരണം അവിടെ സന്നിഹിതരായിരുന്ന ബഹുമാനപ്പെട്ട തൻ്റെ അതിഥികൾ ഹെറോദസിൻ്റെ പ്രൗഢിയുടെ പ്രതീകമായിരുന്നു. ഹെറോദസിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ പ്രതിരൂപമായിരുന്നു. ഹെറോദസിൻ്റെ രാജ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അന്തസ്സിൻ്റെ യശസ്സിൻ്റെ കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 തലങ്ങളും ഹെറോദസിൻ്റെ ജീവിതത്തിൽ ഹെറോദസിന് വലിയ ബലഹീനതയും ആയിരുന്നു. അതുകൊണ്ട് അവന് അതിനെ അതിജീവിക്കുവാൻ സാധിച്ചില്ല. ആ ദർബാർ ഹാളിലെ വീഞ്ഞിൻ്റെ ലഹരിയുടെ മണവും നൃത്തച്ചുവടുകൾ വച്ച് അടങ്ങാത്ത ചിലങ്കയുമായി നിൽക്കുന്ന സലോമയുടെ സൗന്ദര്യത്തിൻ്റെ സാന്നിധ്യവും ഹെറോദിയയുടെ ലൗകിക സുഖത്തിൻ്റെ സമ്പൂർണതയും അതിഥികളുടെ അമിതമാർന്ന ലൗകിക വീര്യത്തിൻ്റെ ആലസ്യവും ഹെറോദസിനെ വല്ലാതെ ഭ്രമിപ്പിച്ചു, അഥവാ കീഴ്പ്പെടുത്തി. അവിടെ ഇരുന്ന അതിഥികളെയും എല്ലാവരെയും മാനിച്ചുകൊണ്ട് അവൻ സ്നാപക യോഹന്നാന്റെ ശിരസ് ഛേദിക്കുവാൻ ആരാച്ചാർക്ക് ഉത്തരവ് നൽകി. പ്രിയമുള്ളവരെ, നന്മയുടെ സ്വരമായ ക്രിസ്തുവിൻ്റെ വഴിയായ ഹെറോദോസിന്റെ മാനസാന്തരത്തിന്റെ ഏക സാധ്യതയായി നിലകൊണ്ട സ്നാപക യോഹന്നാൻ അവിടെ ഇല്ലാതെയാകുമ്പോൾ ഹെറോദോസിന്റെ മാനസാന്തരത്തിന്റെ നന്മയുടെ സ്വർഗത്തിന്റെ സാധ്യത കൂടി അവിടെ അസ്തമിക്കുകയായിരുന്നു. സ്നാപക യോഹന്നാന്റെ മരണത്തെ നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷങ്ങളെ, നമ്മുടെ ദുഃഖങ്ങളെ,
നമ്മുടെ ആഗ്രഹങ്ങളെ ഒക്കെയും നമുക്ക് ഒന്ന് ആത്മശോധന ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മുടെ സന്തോഷങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ വലിയ വിശുദ്ധൻ്റെ സ്നേഹവും സഹായവും നമുക്ക് യാചിക്കാം. ഏവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഭൂമിയിൽ യേശുവിന് വഴിയൊരുക്കാൻ വന്ന, ഭൂമിയിൽ യേശുവിന് വഴിയൊരുക്കാൻ വന്ന വിശുദ്ധ സ്നാപക യോഹന്നാനേ, വിശുദ്ധ സ്നാപക യോഹന്നാനേ, ഞങ്ങളും ഈശോദൻ വഴിയേ നടക്കുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഭൂമിയിൽ യേശുവിന് വഴിയൊരുക്കാൻ വന്ന വിശുദ്ധ സ്നാപക യോഹന്നാനേ, വിശുദ്ധ സ്നാപക യോഹന്നാനേ, ഞങ്ങൾ കുറയുവാൻ ഞങ്ങളിൽ ഈശോ വളർന്നിടുവാൻ, ഞങ്ങൾ കുറയുവാൻ ഞങ്ങളിൽ ഈശോ വളർന്നിടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. താതാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഭൂമിയിൽ യേശുവിന് വഴിയൊരുക്കാൻ വന്ന വിശുദ്ധ സ്നാപക യോഹന്നാനേ, വിശുദ്ധ സ്നാപക യോഹന്നാനേ, നീ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങളും ഈശോയെ ഘോഷിക്കുവാൻ. നീ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങളും ഈശോയെ ഘോഷിക്കുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. താതാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഭൂമിയിൽ യേശുവിന് വഴിയൊരുക്കാൻ വന്ന വിശുദ്ധ സ്നാപക യോഹന്നാനേ, വിശുദ്ധ സ്നാപക യോഹന്നാനേ, ഞങ്ങളും ഈശോദൻ വഴിയേ നടക്കുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഭൂമിയിൽ യേശുവിന് വഴിയൊരുക്കാൻ വന്ന വിശുദ്ധ സ്നാപക യോഹന്നാനേ, വിശുദ്ധ സ്നാപക യോഹന്നാനേ,